അപ്പോൾ ഇന്ന് നമുക്ക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സെൻറ്റൻസ് മേക്കിംഗ് പഠിക്കാം കേട്ടോ. എപ്പോഴും അവർക്ക് ഈ ബിഗിനേഴ്സിനുള്ളൊരു സങ്കടമാണ്. എപ്പോഴും ഗ്രാമർ മാത്രമാണ് ബിഗിനേഴ്സിനെ പഠിപ്പിക്കണുള്ളൂ. ഞങ്ങൾക്ക് അത്യാവശ്യം പെട്ടെന്ന് ഒരാളുടെ അടുത്ത് നിൽക്കാൻ അല്ലെങ്കിൽ അവരുമായിട്ടൊന്ന് നിന്ന് പോകാനായിട്ട് കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസ് കൂടെ പഠിക്കണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി സെൻറ്റൻസ് മേക്കിംഗ് കൂടെ നമുക്ക് ഈ ചാനലിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് ബേസിക് ആയിട്ട് ഏറ്റവും ബിഗിനേഴ്സിന് വേണ്ട അത്യാവശ്യം വേണ്ട സെൻറ്റൻസുകളാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്നോടൊപ്പം പറഞ്ഞ് പഠിക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിലേക്ക് കിടക്കാം. എന്താ നിൻ്റെ പ്രശ്നം? എങ്ങനെ പറയും? വാട്ട്സ് യുവർ പ്രോബ്ലം? എന്താ നിൻ്റെ പ്രശ്നം? വാട്ട്സ് യുവർ പ്രോബ്ലം? എന്താ നിൻ്റെ പ്രശ്നം? വാട്ട്സ് യുവർ പ്രോബ്ലം? പ്രോബ്ലം മീൻസ് പ്രശ്നം. സോ വാട്ട്സ് യുവർ പ്രോബ്ലം? എന്താ നിൻ്റെ പ്രശ്നം? എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. അറിയില്ല. നോ മീൻസ് അറിവ്. ഡോണ്ട് നോ അറിയില്ല. ഐ ഡോണ്ട് നോ. എനിക്ക് അറിയില്ല. ദിസ് ഇസ് നോട്ട് എ ജോക്ക്. ദിസ് ഇസ് നോട്ട് എ ജോക്ക്. ഇത് തമാശയല്ലേ എന്ന് നമ്മൾ പറയല്ലോ. ദിസ് ഇസ് നോട്ട് എ ജോക്ക്. ഇത് തമാശയല്ല. ജോക്ക് മീൻസ് തമാശ. ഇസ് നോട്ട് എ ജോക്ക് തമാശയല്ല. ഓക്കെ, ജോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശ. ഇസ് നോട്ട് എ ജോക്ക് തമാശയല്ല. ദിസ് ഇസ് നോട്ട് എ ജോക്ക്. ഇത് തമാശയല്ല. ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായോ? ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ്? ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായോ? ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ്? ഗെറ്റ് മീൻസ് കിട്ടിയോ? ഞാൻ ഉദ്ദേശിച്ചത് കിട്ടിയോ നിങ്ങൾക്ക്? ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ്? ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ്? നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ഉദ്ദേശിച്ചത്? നിന്നോട് പിന്നെ സംസാരിക്കാം കേട്ടോ. ടോക്ക് ടു യു ലേറ്റർ. നിന്നോട് പിന്നെ സംസാരിക്കാം. പിന്നെ ലേറ്റർ. ടോക്ക് ടു യു ലേറ്റർ. പിന്നെ സംസാരിക്കാം. ടോക്ക് ടു യു ലേറ്റർ. പിന്നെ സംസാരിക്കാം. നീ എന്താ ചോദിച്ചേ? വൈ ഡു യു ആസ്ക് ദാറ്റ്? അല്ലെങ്കിൽ നീ എന്താ ചോദിച്ചേ? വൈ ഡു യു ആസ്ക്? വൈ ഡു യു ആസ്ക്? നീ എന്താ ചോദിക്കാൻ കാരണം എന്ന് ചോദിക്കല്ലോ. വൈ ഡു യു ആസ്ക്? നിനക്കെന്താ ഭയങ്കര സങ്കടം? വൈ ആർ യു സോ സാഡ്? വൈ ആർ യു സോ സാഡ്? നീ എന്താ ഭയങ്കര ദുഃഖിച്ചിരിക്കണേന്ന് ചോദിക്കുന്നതാണ്. വൈ ആർ യു സോ സാഡ്? ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ആണോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നത്? ഭയങ്കര സന്തോഷത്തിലാണല്ലോ. വൈ ആർ യു സോ ഹാപ്പി? എന്താ നീ ഇത്ര സന്തോഷത്തിൽ? വൈ ആർ യു സോ ഹാപ്പി? എന്താ നീ ഇത്ര സന്തോഷത്തിൽ? നീ എന്താ ഇത്ര തളർച്ചയിൽ? വൈ ആർ യു സോ ടയേർഡ്? വൈ ആർ യു സോ ടയേർഡ്? എന്താ നിനക്ക് ഇത്ര തളർച്ച? ഇങ്ങനെ ഒരാളുടെ ഇമോഷൻസിനെ എന്താ നിനക്ക് ഇത്ര ഇത് എന്ന് ചോദിക്കുകയാണ്. കാരണം അറിയാൻ വേണ്ടിയിട്ട്. കാരണം അറിയാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് നമ്മളിവിടെ വൈ യൂസ് ചെയ്യുന്നത്. വൈ എപ്പോഴും നമ്മൾ റീസൺസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്. അയാൾ സന്തോഷിച്ചിരിക്കാൻ, സങ്കടപ്പെട്ടിരിക്കാൻ, തളർച്ചയായിട്ടിരിക്കാനൊക്കെ കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോഴാണ് വൈ യൂസ് ചെയ്യണത് കേട്ടോ. സോ വൈ ആർ യു സോ ഹാപ്പി? നിനക്ക് എന്താ ഇത്ര സന്തോഷം? വൈ ആർ യു സോ സാഡ്? നിനക്ക് എന്താ ഇത്ര ദുഃഖം? വൈ ആർ യു സോ ടയേർഡ്? നിനക്ക് എന്താ ഇത്ര ക്ഷീണം എന്നൊക്കെ ചോദിക്കാനായിട്ട് വൈ ആർ യു എന്ന് ചേർത്താൽ മതി. ക്ലിയർ ആണല്ലോ? നിനക്കെന്നെ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് മീ? നിനക്കെന്നെ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് മീ? ഇഷ്ടം, ലൈക്ക്, മീ എന്നെ. ഡു യു ലൈക്ക് മീ? നിനക്കെന്നെ ഇഷ്ടമാണോ? നിനക്കെങ്ങനെ അറിയാം? ഹൗ ഡു യു നോ ദാറ്റ്? നിനക്കത് എങ്ങനെ അറിയാം? ഹൗ ഡു യു നോ ദാറ്റ്? എങ്ങനെ, എങ്ങനെയെന്ന് പറയാൻ ഹൗ. സോ ഹൗ ഡു യു നോ ദാറ്റ്? നിനക്കത് എങ്ങനെ അറിയാം? ഹൗ ഡു യു നോ ദാറ്റ്? ഹൗ ഡു യു നോ ദാറ്റ്? എല്ലാം ഓക്കെ അല്ലേ? ഈസ് എവറിത്തിങ് ഓക്കെ? എല്ലാം ഓക്കെ ആണല്ലോ. ഈസ് എവറിത്തിങ് ഓക്കെ? എവറിത്തിങ് മീൻസ് എല്ലാം. ഈസ് എവറിത്തിങ് ഓക്കെ? എല്ലാം ഓക്കെ അല്ലേ? ഈസ് എവറിത്തിങ് ഓക്കെ? ഈസ് എവറിത്തിങ് ഓക്കെ? എപ്പോഴാണ് സംസാരിക്കണ്ടേ? വെൻ ടു സ്പീക്ക്. വെൻ, എപ്പോഴാ? വെൻ, എപ്പോ? സമയം ചോദിക്കുമ്പോൾ വെൻ. കാരണമാണെങ്കിൽ വൈ. ഓക്കെ, കാരണമാണെങ്കിൽ വൈ. എപ്പോ എന്ന് ചോദിക്കാൻ വെൻ. എങ്ങനെയെന്ന് ചോദിക്കാൻ ഹൗ. ഇതൊക്കെ ഞാൻ വേറൊരു ചാപ്റ്ററായിട്ട് എടുത്തു തരാം കേട്ടോ. ഇപ്പം നിങ്ങളിങ്ങനെ പഠിക്കേ. എപ്പോഴാണ് സംസാരിക്കണ്ടേ? വെൻ ടു സ്പീക്ക്. എപ്പോഴാണ് ഉറങ്ങണ്ടേ? വെൻ ടു സ്ലീപ്പ്. എപ്പോഴാണ് പഠിക്കണ്ടേ? വെൻ ടു സ്റ്റഡി. എപ്പോഴാണ് വരണ്ടേ? വെൻ ടു കം. ഇങ്ങനെ എപ്പോഴാന്ന് ചോദിക്കണമെങ്കിൽ വെൻ വച്ചിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ
നമുക്ക് കുറച്ച് ബേസിക് ക്ലാസ്സുകൾ, ബേസിക് സെൻറ്റൻസസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഗ്രാമർ ഒപ്പം പഠിക്കുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ ഇതുപോലെ സിമ്പിൾ സെൻറ്റൻസ്, ഞാനിപ്പോൾ സിമ്പിൾ സെൻറ്റൻസുകൾ ഇങ്ങനെ എടുക്കണം എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ മലയാളം സംസാരിക്കുന്നതിൻ്റെ അകത്ത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ സെൻറ്റൻസുകളെ ആഡ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ മലയാളം മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് പതിയെ പതിയെ ഇംഗ്ലീഷ് ലാംഗ്വേജിനോട് ഒരു അടുപ്പം വരും, ഒരു വഴക്കം കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ ഇന്ന് മുതൽ ഓരോരോ ബേസിക് ക്ലാസ്സുകളിലെ ഇതുപോലെ സെൻറ്റൻസ് മേക്കിംഗ് ഞാൻ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഡെയിലി ലൈഫിൽ ഉപയോഗിച്ച് തുടങ്ങിക്കോളാം. ഓക്കെ, ഡിഡ് യു ഗെറ്റ് ഇറ്റ് എന്നൊക്കെ നിങ്ങൾ ചോദിക്കുക, ഞാൻ ഉദ്ദേശിച്ച് മനസ്സിലായോ, ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പോലെ ചോദിക്കാവുന്ന സെൻറ്റൻസുകളാണല്ലേ. വെൻ ടു ഗോ, എപ്പോഴാണ് പോകണ്ടേ, ഇതൊക്കെ എപ്പോഴും നിങ്ങൾക്ക് ചോദിക്കാവുന്ന സെൻറ്റൻസുകളാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തുടക്കക്കാർക്ക് ഇതുപോലെ നമുക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ്. നാണം മാറ്റി നിർത്തുക, ഇൻട്രോവേർട്ട് ആയിട്ടുള്ളവർ പുറത്തേക്ക് ഇറങ്ങി വരിക. ഓക്കെ, ഇൻട്രോവേർട്ട്, നാണം, ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമ്മളുടെ ഒരു സക്സസ്സിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല കേട്ടോ. സോ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ പഠിച്ച് നിങ്ങളുടെ ഡ്രീം എന്താണോ അത് എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ കേട്ടോ. സോ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് കാണാം. താങ്ക് യു.